അപ്പൊ ഗൈസ് ഓൺലൈനിൽ തകർത്തോണ്ടിരിക്കുന്ന ഒരു പുതിയൊരു ഐറ്റം വന്നിട്ട് ഇതേ നോക്ക് വീഡിയോ. ആന്തിനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ദേ ഇതാണ് ആ സാധനം. ബാ മച്ചാനെ ബാ പൊട്ടിച്ചോക്കാം ബാ. നോക്കിയത് വന്ന ബോക്സ് നോക്ക്. ഇപ്പൊ പൊട്ടി പൊളിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഒക്കെ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഡോർ ക്ലോസർ, ഓട്ടോമാറ്റിക് ഡോർ ക്ലോസർ. ഇതിനകത്ത് 4-5 സ്ക്രൂ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒട്ടിക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. പൊട്ടിച്ചു നോക്കാം. ഇത് ഇങ്ങനെ 3 ഐറ്റാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചിന്റെ കുറച്ച് സ്ക്രൂ. പിന്നെ ഇതിങ്ങനെ ഒട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇല്ലേ? അപ്പൊ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല ടഫാണ് കേട്ടോ. നല്ല പവർഫുൾ ആയിട്ടാണ്. ഈ സ്ക്രൂ നമ്മൾ ഇതിനകത്താണ് കയറ്റേണ്ടത്. ഇതൊക്കെ കയറ്റേണ്ടത് എങ്ങനെ കയറ്റേണ്ടതെന്നൊന്നും ഇതിനകത്ത് ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ കൊടുക്കേണ്ടത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ചെയ്യേണ്ട മെത്തേഡൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം ബാ. അപ്പൊ ഈ ഐറ്റം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് നോക്കാൻ പോണേ. ഈ ഡോർ, ഇത് മരത്തിന്റെ ഡോറാണ്. ഇത് മരത്തിൻ്റെതല്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഒട്ടിക്കണതാണ് ബെറ്റർ. ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റുന്നില്ല. പുതിയ ഡോർ ആയതുകൊണ്ട് സ്ക്രൂ ചെയ്ത് കയറ്റുന്നില്ല. പകരം നമ്മൾ ഇത് ഒട്ടിച്ച് നോക്കാം. ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ഈ സംഭവം കണ്ടോ, ഇത് നമ്മൾ ഒട്ടിക്കണമെങ്കിൽ ഇതുപോലെ പശയുള്ള ഒരു ഐറ്റം ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ടാപ്പ്. ഇതും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. പകരമായിട്ട് ഞാനൊരു ടാപ്പ് മേടിച്ചിട്ടുണ്ട്, ഡബിൾ സൈഡ് ടാപ്പ്. അതുകൊണ്ടാണ് പണിയെടുക്കാൻ പോകുന്നത്. ബാ. അപ്പൊ ഈ സാധനം നമ്മളിവിടെ ഒട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നോക്ക്. നമുക്കിതാ ഇതിനകത്ത് ഇതിങ്ങനെ കുടുക്കി കൊടുക്കാം. ഈ ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എങ്ങനെ അതിന്റെ വർക്കിംഗ് എന്നൊക്കെ നോക്കാം. ഇപ്പൊ ലോക്കാണ്. ആരെങ്കിലും തുറക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ മേടിക്കുന്ന ബാക്കിൽ വെക്കുന്ന സംഭവം ഇല്ലേ, അതിനേക്കാളും പവർഫുള്ളാണ്. നോക്കടാ, ഞാനിത് വിട്ട് കഴിഞ്ഞാൽ ഡോറ് ഈ ഫ്രെയിം അടക്കം തെറിച്ചു പോവാ. അമ്മാരി പവറാ. നോക്കിയോ, ഇത് പിടിച്ചേക്കണം. എനിക്ക് വിടാൻ പറ്റില്ല ഗൈസ്. ഇതിന്റെ മുകളിൽ വന്ന് അടിക്കും. അതുകൊണ്ട് ഞാൻ അത് പിടിക്കുകയാണ്. കണ്ടോ ഗൈസ്, ഇത് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് നിങ്ങൾ നോക്ക്. ഇത് കണ്ടോ, നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡോറ് തിരിച്ചു വരുവാണ്. ഒന്നാമത് ഇത് നല്ല പവർഫുൾ ആട്ടോ മെറ്റീരിയൽ. ഇതിന്റെ ഈ വയറ് വന്നേക്കുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള വയറാണ് തന്നേക്കുന്നത്. ഉണ്ടോ, ഞാൻ പിടിക്കുവാണ് ഡോറ്. അപ്പൊ ഈ ഒരു ഐറ്റം നമുക്ക് ഇതിന്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതിനെ ഈ ഫ്രെയിമിനെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒട്ടിച്ചു. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നെ, ഞാൻ ഡോറ് വിടാത്ത ഡോർ അതിന്റെ മുകളിൽ വന്ന് അടിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും കേടുപാട് സംഭവിക്കും. അത്രയും പവറായിട്ടാണ് റിട്ടേൺ പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വുഡൻ ഡോറിൽ നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് പരീക്ഷിച്ച് സക്സസ് ആയതാണ്. നമുക്ക് ഇതേപോലത്തെ ബാത്റൂമിലെ പ്ലാസ്റ്റിക് ഡോറുകളില്ലേ, അതിൽ ഇത് കാണുന്ന പ്ലാസ്റ്റിക് ഡോറാണ്. ഇതിനകത്ത് എത്രത്തോളം പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഗായ്സ്, ബാത്റൂമിന്റെ ഡോറിൽ ഒട്ടിച്ചാണ് നിങ്ങൾ കാണുന്നത്. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ഈ പശന്റെ നമ്മളെ ഈ ഡബിൾ ടാപ്പ് ഉണ്ടല്ലോ, ഡബിൾ സൈഡ് ടാപ്പ്, അത് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഒട്ടിക്കുന്നത്. സ്ക്രൂ ചെയ്യുന്നൊന്നുമില്ല. ഇത് പല സ്ഥലങ്ങളിലായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കാരണം കൊണ്ട് നമുക്ക് സ്ക്രൂ ചെയ്താൽ പിന്നെ അയക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇത് നോക്കിക്കാ നിങ്ങള്, സംഭവം പവർഫുൾ ആയിട്ടാണ് വർക്ക് ആവുന്നത് കേട്ടോ. ഇതേ നോക്ക്.
നമ്മളിനി ഡോർ അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് ഈസി ആയിട്ട് നമുക്ക് ഡോർ താനെ അടഞ്ഞോളും. കണ്ടോ? കണ്ടടേ മക്കളെ, ആകേണ്ട സാധനം സൂപ്പർ അല്ലേ? അടിപൊളി അടിപൊളി. അപ്പൊ ഈ മുതല് നമ്മള് ഇന്റർനെറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് സംഭവം. സൂപ്പർ ആയിട്ട് കേട്ടോ. സാധാരണ ചൈനക്കാരൻ നമ്മളെ ചതിക്കാറാണ് പതിവ്, പക്ഷെ ഇത് നല്ല സൂപ്പറാണ്. ഇത് ചൈനന്റെ ആണോന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സൂപ്പർ തന്നെയാണ് സംഭവം. അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇത് എവിടെയൊക്കെ യൂസ് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേണേൽ അൾമാരയിൽ വരെ വേണമെങ്കിൽ ഒട്ടിച്ചിടാം. കാരണം സേഫ്റ്റിയാണ്. കുട്ടികൾ വന്ന് തുറക്കുന്ന സമയത്ത് താനെ അടഞ്ഞോളൂ. അതുപോലെ ബാത്റൂം, സാധാരണ റൂമിന്റെ ഡോറുകൾ, ഓഫീസിൽ, പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഈ സ്ലൈഡിങ് ഡോറുകളൊക്കെ സിമ്പിൾ ആയിട്ട് വർക്ക് ആവും. കാരണം അത്രയും പവർഫുൾ ആണോ. പിന്നെ എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ തന്നെ മേടിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കണം. ഇതെന്തായാലും ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് എൻ്റെ വീട്ടില്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വേണം ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള ഉറപ്പാണ്. ലാസ്റ്റിങ് എത്രത്തോളം കിട്ടുന്നുണ്ട്, ഇതിന്റെ ഈ വർക്കിംഗ് ഉണ്ടല്ലേ, ഈ ആക്ഷൻ ഒക്കെ എത്ര കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതൊന്ന് അറിഞ്ഞുകൊണ്ട് അതൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് നമുക്ക്